എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. അപ്പൊ ഹരിനോസ് പാട്ട ജാസിയെ വിളിച്ച തെറി അത് തന്നെ ആവട്ടെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്നാലും സർജറി കഴിഞ്ഞു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണിന് സ്വന്തം വസ്ത്രം ഊരി കാണിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയി ഒരു വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. നീ ഒന്നും പണയണ്ട. പണ്ട് ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് തെറി വിളിച്ച് ഫേമസ് ആയ ഒരാളായിരുന്നു ഈ പറയുന്ന ഹരിനോസ് പാട്ട. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഡിസ്ക്ലൈമർ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ പറയാം, കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാം. അത് പിന്നെ പറയാനുണ്ടോ? ആണുമല്ല പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു നാറി. ഇനി നീ എങ്ങാനും വേറെ ആരുമല്ല, ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി. നല്ല പേര്, ഭയങ്കരമായ ആള്. അറ്റ്ലീസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, ഒരു അനുകമ്പ ഉണ്ടല്ലോ, അത് കാണിക്കും. അനുകമ്പ നിന്നോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അനുകമ്പ എന്ന് പറയുന്നത് നിന്നെ മൈൻഡ് ചെയ്യാതിരിക്കലാണ് ജാസി. 100% ഞാൻ യോജിക്കുന്നു. നിന്നെ മൈൻഡ് ചെയ്യും തോറും നീ പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഊരിലങ്ങൂര. ചെസ്റ്റിന്റെ ഭാഗത്ത് 2 സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചെന്ന് കരുതി ഇവിടെ ഒരു പുരുഷന് സ്ത്രീയായി മാറി. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പിന്നെ അവൻ കഷ്ടപ്പെട്ട് സർജറി ഒക്കെ ചെയ്തതല്ലേ, അത് വെച്ച് നിന്നെ ഒന്ന് കൊതിപ്പിക്കാമെന്ന് കരുതി കാണും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.